നമസ്കാരം. മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം. കുവൈത്തിൽ കുത്തേറ്റു മരിച്ച നഴ്സുമാരായ മലയാളി ദമ്പതിമാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. ഇരുവരും നാട്ടിൽ വന്ന് പോയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. കുവൈത്തിലെ അബ്ബാസിയയിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശി സൂരജ്, പെരുമ്പാവൂർ സ്വദേശിയായ ഭാര്യ ബിൻസി എന്നിവരാണ് മരിച്ചത്. ഇരുവരും പരസ്പരം കുത്തി മരിക്കുകയായിരുന്നു എന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ട്. എന്നാൽ ബിൻസിയെ കൊന്ന ശേഷം സൂരജ് ആത്മഹത്യ ചെയ്യാനും സാധ്യത ഏറെയാണ്. ഭാര്യയുടെ മരണം ചില സുഹൃത്തുക്കളെ സൂരജ് ഫോണിൽ അറിയിച്ചതായാണ് സൂചനയുള്ളത്. ഇതോടെ കുടുംബം പ്രശ്നം തന്നെയാണ് ദുരിതത്തിന് കാരണമെന്ന് വ്യക്തമാവുകയാണ്. രാത്രി ഷിഫ്റ്റിന് ശേഷം തർക്കമുണ്ടായതായി സംശയിക്കുന്നു. ദേഷ്യത്തിലായാൽ അവളെ കുത്തിയിരിക്കാം, അപകടമാകാനും സാധ്യതയുണ്ട്. സംഭവത്തിന് ശേഷം സൂരജ് കൂട്ടുകാരെ വിളിച്ചിരുന്നു. സംഭവത്തിന് ശേഷം സൂരജ് തന്റെ സുഹൃത്തുക്കളോട് ഭാര്യ തന്റെ കൈകൊണ്ട് മരിച്ചതായും താനും പോകുന്നു എന്നും പറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു. പിന്നീട് സൂരജ് തന്റെ വാട്സ്ആപ്പ് പ്രൊഫൈൽ ഫോട്ടോ നീക്കം ചെയ്യുകയും ആപ്പിൽ നിന്ന് സ്റ്റാറ്റസ് ഫോട്ടോകൾ നീക്കം ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ളത് കൊണ്ടാണ് കുട്ടികളെ കൂടെ കൊണ്ടുപോകാതിരുന്നത്. അന്ന് സൂരജിന്റെ അമ്മയും വിളിച്ചിരുന്നു. ബിൻസിയോട് സംസാരിക്കണമെന്നും സൂരജിനോട് പറഞ്ഞിരുന്നു. എന്നാൽ ബിൻസി പുറത്താണെന്നായിരുന്നു പറഞ്ഞത്. ബിൻസിയുടെ നെഞ്ചിലും സൂരജിന്റെ കഴുത്തിലുമാണ് കുത്തേറ്റിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ അബ്ബാസിയയിലെ താമസ സ്ഥലത്താണ് ഇരുവരെയും കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 12 വർഷത്തോളമായി ഇവർ കുവൈത്തിലാണ് കഴിയുന്നത്. ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് ദുരന്തം. 12 വർഷത്തോളമായി കുവൈത്തിലാണ്. ഈസ്റ്ററിന് തൊട്ടു മുമ്പാണ് ബിൻസി അവധി ഇല്ലാത്തത് കാരണം കുവൈത്തിലേക്ക് പോയത്. ഈസ്റ്റർ കഴിഞ്ഞ ശേഷമാണ് സൂരജ് മടങ്ങിയത്. പരസ്പരം നല്ല സ്നേഹത്തിലായിരുന്നു ഇവർ രണ്ടുപേരും. ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തീരുമാനിച്ചതായിരുന്നു ഇവർ. ബാംഗ്ലൂരിൽ പോയി മെഡിക്കൽ നടപടിക്രമങ്ങളെല്ലാം നടത്തിയതാണ്. സംഭവ ദിവസം അമ്മയെ വിളിച്ചിരുന്നു. ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സൂരജിന്റെ ബന്ധു പറയുകയായിരുന്നു ഇത്. ഇവർക്ക് 3ാം ക്ലാസ്സിലും UKGയിലും പഠിക്കുന്ന കുട്ടികളുണ്ട്. കുട്ടികൾ ബിൻസിയുടെ വീട്ടിലാണ്. വഴക്കിനിടെ ദമ്പതികൾ പരസ്പരം കുത്തി മരിക്കുകയായിരുന്നുവെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട്. മരണം സംബന്ധിച്ച് കുവൈറ്റ് പോലീസിന്റെ ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നും കുടുംബം പറയുന്നു. ഇവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ടതായി അയൽവാസി പറയുന്നുണ്ട്. രാവിലെ കെട്ടിടത്തിലെ കാവൽക്കാരൻ വന്നു നോക്കിയപ്പോഴാണ് രണ്ടുപേരും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരുടെയും കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. സൂരജ് കുവൈത്തിലെ ആരോഗ്യ മന്ത്രാലയത്തിലാണ് നഴ്സായി ജോലി ചെയ്യുന്നത്. ബിൻസി കുവൈറ്റിലെ പ്രതിരോധ മന്ത്രാലയത്തിലെ സ്റ്റാഫ് നഴ്സാണ്. ഇരുവരും രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെയാണ് ഫ്ളാറ്റിൽ എത്തിയത്. അതിനുശേഷമാണ് ദാരുണ സംഭവം ഉണ്ടായത്. വെള്ളിയാഴ്ച കുവൈത്തിൽ പൊതു അവധിയായതിനാൽ ശനിയാഴ്ച പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് സൂചന. മൃതദേഹം തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കേരളത്തിൽ എത്തിയേക്കാം. സൂരജിന്റെ മൂത്ത സഹോദരി സുനിതയും കുവൈത്തിലാണ് നഴ്സാണ്. ഇളയ സഹോദരി സുമി ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയാണ്. എന്തായാലും ഇരുവരുടെയും ബന്ധുക്കളുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. കൂടുതൽ വിവരങ്ങൾ മരണം നടന്നെന്നല്ലാതെ അവരെ വീടിനകത്ത് സംഭവം നടന്ന വീട്ടിൽ ഇവരെ കയറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരെ ബോഡി കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഇന്നലെ ഞങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ വരെ അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല. പോലീസ് ക്ലിയറായിട്ടൊന്നും പറയുന്നുമില്ല. അവരോട് മരണം നടന്നു മാത്രമേ പോലീസും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. 26-നാണെന്ന് തോന്നുന്നു ഇവിടുന്ന് അവൻ തിരിച്ചു പോയത്. 23-ാം തീയതി അവൻ ഞങ്ങളുടെ കൂടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അവനും പിള്ളേരും വൈഫ് ഒരാഴ്ച മുമ്പ് തിരിച്ചു പോയായിരുന്നു. അവർ ഓൾമോസ്റ്റ് സമയത്ത് ഇവിടെ ഒരു മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു നാട്ടിൽ. ഒന്നും ഉള്ളതായിട്ട് അറിയാനുള്ള ഒന്നുമില്ലായിരുന്നു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടേക്ക് വരികയും എല്ലാം പങ്കെടുക്കുകയും ചെയ്തിട്ട് പോയതാണ്. ഒന്നും അങ്ങനെ ഉള്ളതായിട്ട് അറിവില്ല. അമ്മയോട് അതിന് മുമ്പ് ഒരു 9:15 അവൻ വിളിച്ച് അവർ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചു വന്നതായിരുന്നു. അപ്പം ഡ്യൂട്ടിക്ക് തിരിച്ചു വന്ന ശേഷം മിക്കവാറും എല്ലാ ദിവസവും തന്നെ വിളിക്കാറുണ്ട്. അപ്പം 9:15 വിളിച്ച് സംസാരിച്ച് നോർമലായിട്ട് സംസാരിച്ചതാണ്. അവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രണ്ടുപേരും തിരിച്ച് നൈറ്റ് ഡ്യൂട്ടി ആണെന്ന് തോന്നുന്നു. അത് തിരിച്ച് വന്ന വഴിക്ക് അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് ഒന്നും അറിയില്ല. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഒന്നും അറിയാവുന്ന ഒരു കുഴപ്പങ്ങളും ഇല്ല. അപ്പോൾ പ്രശ്നമില്ലെന്ന് തന്നെയല്ല, നല്ല സ്നേഹത്തിലാണ്. നല്ല സ്നേഹത്തിൽ ഇരുന്ന കുടുംബമാണ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പിള്ളേരായിരുന്നു സൂരജും ബിൻസി. ഞങ്ങൾ ഞെട്ടിയിട്ടാണുള്ളത്. ഇപ്പോഴും തന്നെ അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല, തീരുമാനമായിട്ടില്ല. അതിൻ്റെ പ്രോസസ്സ് ഇന്നലെ കുറേ നടന്നു. ഇനിയിപ്പം ഒരു പക്ഷെങ്കിൽ എൻ്റെ ഒരു അനിയൻ അവിടെ ഉണ്ട്. അപ്പം പറഞ്ഞത് ഞായറാഴ്ച തിങ്കളാഴ്ചത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അവർ അറിയിക്കും. അതിനനുസരിച്ച് ഇവിടുത്തെ ക്രമീകരണങ്ങൾ നടത്തുള്ളൂ. ഇല്ല അവർക്ക് കിട്ടുന്നില്ല. അവിടെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയതുകൊണ്ടായിരിക്കും ഒന്നും പറയുന്നില്ല, പുറത്ത് പറയുന്നില്ല. അവർ ഒന്നുമില്ല, സാമ്പത്തികം യാതൊരു കുഴപ്പമില്ല. നല്ല രീതിയിൽ കഴിയുന്നതാണ്. ഇപ്പം അവർ ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് ഇരുന്നാണ്. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞില്ലേ ബാംഗ്ലൂർ പോയെന്ന് പറഞ്ഞത്. മെഡിക്കൽ എടുക്കാനായിട്ടൊക്കെ പോയതായിരുന്നു. പോകാനായിട്ട് ഇരുന്ന പിള്ളേരും എവിടെയും കൂടെ മെഡിക്കൽ എടുത്തിട്ടുണ്ട്.